നീറ്റ് യുജി ചോദ്യപേപ്പർ ചോർച്ചയ്ക്കെതിരെ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി ആവശ്യപ്പെട്ട് ഡൽഹി ജന്തർ മന്ദറിൽ സമരം നയിച്ച കോക്രോച്ച് ജനതാ പാർട്ടി ഇപ്പോൾ കടുത്ത പ്രതിരോധത്തിലായിരിക്കുകയാണ്. ധർമ്മേന്ദ്ര പ്രധാന്റെ രാജിയോടെ നീറ്റ് സമര വിജയം ആഘോഷിക്കാൻ CJP നേതാക്കൾ ഇൻഡോർ ഹാളിൽ റെസിഗ്നേഷൻ പാർട്ടി നടത്തിയപ്പോൾ തെരുവിൽ ചോറുപോലും കഴിക്കാനാവാതെ അലഞ്ഞത് സ്വന്തം പ്രവർത്തകർ തന്നെ. പാർട്ടിയെയും നേതൃത്വത്തെയും അതിരൂക്ഷമായി വിമർശിച്ച് മുൻനിര പിന്തുണക്കാരൻ മേഘ്നാഥ് എസ് രംഗത്തെത്തിയതോടെ സംഭവം വലിയ രാഷ്ട്രീയ വിവാദമായിരിക്കുകയാണ്. നേതാക്കളുടെ ഈ റെസിഗ്നേഷൻ പാർട്ടി ദൃശ്യങ്ങൾ പുറത്തു വന്നതിന് പിന്നാലെ സോഷ്യൽ മീഡിയയിലും രാഷ്ട്രീയ നിരീക്ഷകർക്കിടയിലും വലിയ വിമർശനമാണ് ഉയരുന്നത്. ഒരു ജനകീയ സമരവാദിന്റെ ലക്ഷ്യം കാണുമ്പോൾ ആ സമരത്തിന് നേതൃത്വം നൽകിയവർക്കും അതിൽ പങ്കെടുത്തവർക്കും അതൊരു വലിയ വിജയത്തിന്റെ നിമിഷമായിരിക്കണം. എന്നാൽ ആ വിജയം ആഘോഷമാക്കി മാറ്റുമ്പോൾ തങ്ങളോടൊപ്പം തെരുവിൽ ഉറച്ചുനിന്ന സാധാരണക്കാരെ വഴിയാധാരമാക്കിയാൽ പിന്നെ ആ രാഷ്ട്രീയത്തെ എന്ത് പേരിട്ടാണ് വിളിക്കേണ്ടത്? ഇതാണ് ഇപ്പോൾ ഡൽഹിയിലെ രാഷ്ട്രീയ അന്തരീക്ഷത്തിൽ ഉയരുന്ന ഏറ്റവും വലിയ ചോദ്യം. നീറ്റ് യുജി ചോദ്യപേപ്പർ ചോർച്ചയ്ക്കെതിരെ രാജ്യതലസ്ഥാനത്ത് ശക്തമായ സമരം നയിച്ച കോക്രോച്ച് ജനതാ പാർട്ടി, അതായത് CJP നേതാക്കൾ തങ്ങളുടെ സമരം വിജയം കണ്ടതിന് പിന്നാലെ നടത്തിയ ഒരു ആഘോഷമാണ് ഇപ്പോൾ വിവാദമായിരിക്കുന്നത്. ധർമ്മേന്ദ്ര പ്രധാൻ രാജി എന്ന ലക്ഷ്യത്തിലേക്ക് എത്തിയപ്പോൾ നേതാക്കൾ ഇൻഡോർ ഹാളിൽ പാട്ടുപാടിയും നൃത്തം ചെയ്തും റെസിഗ്നേഷൻ പാർട്ടി നടത്തിയപ്പോൾ തെരുവിൽ ഒറ്റപ്പെട്ടു പോയത് ഒരു മാസത്തിലേറെയായി വെയിലും മഴയും വകവയ്ക്കാതെ സമരം ചെയ്ത പാവം വിദ്യാർത്ഥികളാണ്. ഈ സംഭവത്തിന്റെ ദൃശ്യങ്ങൾ പുറത്തു വന്നതിന് പിന്നാലെ CJPയുടെ മുൻനിര പിന്തുണക്കാരനും രാഷ്ട്രീയ നിരീക്ഷകനുമായ മേഘ്നാഥ് എസ് രംഗത്ത് വന്നത് അതിരൂക്ഷമായ വിമർശനങ്ങളോടെയാണ്. പാർട്ടിയെ പിന്തുണച്ചിരുന്ന ഒരാളിൽ നിന്ന് ഇത്രയും ശക്തമായ ഒരു പ്രതികരണം ഉണ്ടാകുന്നുവെങ്കിൽ അതിന്റെ ഗൗരവം എത്രത്തോളം ഉണ്ടെന്ന് നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. മേഘ്നാഥ് പറയുന്നതനുസരിച്ച് ഒരു മാസത്തിലേറെയായി ജന്തർ മന്ദറിൽ രാപ്പകലില്ലാതെ സമരം ചെയ്തിരുന്ന വിദ്യാർത്ഥികളെയും പ്രവർത്തകരെയുമാണ് CJP നേതൃത്വം യാതൊരുവിധ അടിസ്ഥാന സൗകര്യങ്ങളും നൽകാതെ അവിടെ ഉപേക്ഷിച്ചു പോയത്. സമരം വിജയിച്ചെന്ന പേരിൽ CJP വക്താവ് സൗരവ് ദാസ് ഉൾപ്പെടെയുള്ള പ്രമുഖ നേതാക്കൾ ഇൻഡോർ ഹാളിൽ ആഘോഷങ്ങളിൽ മുഴുകിയപ്പോൾ തെരുവിൽ കിടന്ന സമരക്കാർക്ക് ഒരു പിടി ചോറ് പോലും കഴിക്കാൻ സാധിച്ചില്ല എന്നതാണ് യാഥാർത്ഥ്യം. ഒരു നിമിഷം ചിന്തിച്ചു നോക്കൂ. എന്നാൽ സമരം അവസാനിച്ചതായി പ്രഖ്യാപിച്ചതോടെ നേതാക്കൾ ആഡംബര ഹാളുകളിലേക്ക് വണ്ടി കയറി. പിന്നിൽ ബാക്കിയായത് ഭക്ഷണം പോലുമില്ലാതെ അലഞ്ഞ 1000-ഓളം വരുന്ന മനുഷ്യരാണ്. ഇവിടെയാണ് മേഘ്നാഥസിന്റെ ഇടപെടൽ ശ്രദ്ധേയമാകുന്നത്. CJP നേതാക്കൾ തങ്ങളെ പൂർണ്ണമായും കൈവിട്ടുവെന്ന് മനസ്സിലാക്കിയതോടെ മേഘ്നാഥും മറ്റു ചില വ്യക്തികളും ചേർന്ന് സ്വന്തം കയ്യിൽ നിന്നും പണം മുടക്കിയാണ് ഈ മനുഷ്യരെയും വിദ്യാർത്ഥികളെയും തിരികെ വീടുകളിലേക്ക് അയച്ചത്. നേതാക്കൾ ജന്തർ മന്ദറിൽ നിന്ന് പൂർണ്ണമായും മടങ്ങിയതിന് പിന്നാലെ ഡൽഹി പോലീസ് സ്ഥലത്തെത്തുകയും അവിടെ അവശേഷിച്ചിരുന്ന പ്രവർത്തകരുടെ സാധന സാമഗ്രികൾ ബലമായി പിടിച്ചെടുക്കുകയും അവരെ അവിടെ നിന്ന് ആട്ടിപ്പായിക്കുകയും ചെയ്തു. ഒരു മാസം മുഴുവൻ പാർട്ടിക്ക് വേണ്ടി ആത്മാർത്ഥമായി വിയർപ്പൊഴുക്കിയവരെ പൂർണ്ണമായി അവഗണിച്ചുകൊണ്ടുള്ള ഈ നടപടി തികച്ചും അപലപനീയമാണ്. ഈ സംഭവത്തോടെ CJPയും മറ്റു പരമ്പരാഗത രാഷ്ട്രീയ പാർട്ടികളും തമ്മിൽ യാതൊരു വ്യത്യാസവുമില്ലെന്നാണ് തെളിഞ്ഞിരിക്കുന്നത്. ജനങ്ങളുടെ പേരിൽ സമരം ചെയ്യുകയും അധികാരം കിട്ടുമ്പോഴോ വിജയം നേടുമ്പോഴോ സാധാരണക്കാരെ മറക്കുകയും ചെയ്യുന്ന പഴയ രാഷ്ട്രീയ ശൈലി തന്നെയാണ് CJPയും പിന്തുടരുന്നത്. ജനങ്ങളുടെ പേരിൽ സമരം ചെയ്യുകയും അധികാരം കിട്ടുമ്പോഴോ വിജയം നേടുമ്പോഴോ സാധാരണക്കാരെ മറക്കുകയും ചെയ്യുന്ന പഴയ രാഷ്ട്രീയ ശൈലി തന്നെയാണ് CJPയും പിന്തുടരുന്നത് എന്ന് മേഘ്നാഥ് എസ് കുറ്റപ്പെടുത്തുന്നു. ഈ വിവാദം വലിയൊരു രാഷ്ട്രീയ ചർച്ചയ്ക്കാണ് ഇപ്പോൾ തുടക്കമിട്ടിരിക്കുന്നത്. അധികാര രാഷ്ട്രീയത്തിന്റെ തത്തപ്പടി നയങ്ങൾക്കെതിരെ ജാഗ്രത പാലിക്കേണ്ട യുവജന പ്രസ്ഥാനങ്ങൾ പോലും ഇത്തരത്തിൽ പെരുമാറുന്നത് ജനാധിപത്യത്തിന് തന്നെ ഒരു വലിയ അപായ സൂചനയാണ്. ഈ വിഷയത്തിൽ CJP നേതൃത്വം എന്ത് മറുപടി നൽകും എന്നത് കണ്ടറിയേണ്ടിയിരിക്കുന്നു. രാജ്യവ്യാപകമായി വലിയ പ്രതിഷേധങ്ങൾക്കിടയാക്കിയ നീറ്റ് യുജി ചോദ്യപേപ്പർ ചോർച്ചാ വിവാദവും പരീക്ഷാ നടത്തിപ്പിലെ അപാകതകളുമാണ് CJPയുടെ പ്രതിഷേധത്തിന്റെ ആരംഭം. അങ്ങനെ പരീക്ഷാ വിവാദത്തിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്ത കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് കോക്രോച്ച് ജനതാ പാർട്ടി ഡൽഹിയിലെ ജന്തർ മന്ദറിൽ ശക്തമായ പ്രക്ഷോഭത്തിന് തുടക്കം കുറിച്ചു. ഡൽഹിയിലെ തണുപ്പും വെയിലും വകവയ്ക്കാതെ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള വിദ്യാർത്ഥികളും പ്രവർത്തകരും അണിനിരുന്ന ഈ സമരം ഒരു മാസത്തിലേറെക്കാലം ജന്തർ മന്ദറിൽ തുടർന്നു. രാപ്പകലില്ലാതെ നീണ്ട ഈ സമരമാണ് ഒടുവിൽ മന്ത്രിയുടെ രാജി എന്ന ലക്ഷ്യത്തിലേക്ക് എത്തിച്ചതും തുടർന്ന് നിലവിലെ വിവാദമായ ആഘോഷങ്ങളിലേക്കും വിമർശനങ്ങളിലേക്കും വഴിമാറിയതും. നേതാക്കളൊപ്പം ഉണ്ടായിരുന്നുവെങ്കിൽ ഇത്തരത്തിലുള്ള ഒഴിപ്പിക്കൽ ഇത്രയും ക്രൂരമായി മാറില്ലായിരുന്നുവെന്നും സമരക്കാർ ചൂണ്ടിക്കാണിക്കുന്നു. സാമൂഹ്യ മാധ്യമങ്ങളിൽ ഈ സംഭവം വലിയ ചർച്ചയായി കഴിഞ്ഞു. സാധാരണക്കാരുടെ പേരിൽ സമരം ചെയ്ത പ്രശസ്തിയും നേട്ടങ്ങളും കൊയ്യുന്ന രാഷ്ട്രീയ മുഖംമൂടികൾക്കെതിരെ ശക്തമായ ട്രോളുകളും വിമർശനങ്ങളുമാണ് ഉയരുന്നത്. സമരം വിജയിച്ചപ്പോൾ നേതാക്കൾക്ക് ഇൻഡോർ പാർട്ടി, തെരുവിൽ കിടക്കുന്നവർക്ക് പോലീസിന്റെ തല്ലും പട്ടിണിയും എന്ന തരത്തിലുള്ള ഹാഷ്ടാഗുകളും ചർച്ചകളും ഡിജിറ്റൽ ഇടങ്ങളിൽ സജീവമാണ്. അധികാര രാഷ്ട്രീയത്തിന്റെ കപടമുഖങ്ങൾക്കെതിരെ പൊരുതാൻ മുന്നിട്ടിറങ്ങുന്ന പ്രസ്ഥാനങ്ങൾ പോലും ഒടുവിൽ അതേ പരമ്പരാഗത ശൈലിയിലേക്ക് ചുരുങ്ങുന്നു എന്നതിന്റെ നേർസാക്ഷ്യമാണ് ഈ സംഭവം. ജനങ്ങളുടെ പേരിൽ സമരം നയിക്കുകയും ലക്ഷ്യം കാണുമ്പോൾ സാധാരണക്കാരെ മറന്ന് ആഘോഷങ്ങളിൽ മുഴുകുകയും ചെയ്യുന്ന ഈ രീതി ജനാധിപത്യ സമൂഹത്തിൽ ഗൗരവകരമായ ആത്മപരിശോധനയ്ക്ക് വിധേയമാകേണ്ടതുണ്ട്. സ്വന്തം പ്രവർത്തകരെ തെരുവിൽ ഉപേക്ഷിച്ച ഇത്തരം പ്രവണതകൾക്കെതിരെ ശക്തമായ പ്രതിഷേധമാണ് ഇപ്പോൾ സർവ്വതലങ്ങളിൽ നിന്നും ഉയരുന്നത്.